ഹലോ, ലേശം തിരക്കിലാണ്, ഇപ്പോൾ വരാട്ടോ. അയ്യോ, പകുതി ലിപ്സ്റ്റിക്ക് പറയാൻ പാടില്ല, നമ്മ ഇട്. ഇയാൾ ഇവിടെ വന്ന് നിന്ന് നോക്കാൻ കാരണം അയാൾക്ക് ഇപ്പൊ പോകണം, എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അതിനാണ് ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുന്നത്. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ധൃതി പിടിച്ച് ഞങ്ങൾ ഭയങ്കര മേക്കപ്പിലാണ്. ആകെ 20 മിനിറ്റാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഇന്ന് അനുവദിച്ചിട്ടുള്ളത്. അതിനിടയിൽ കൂടി ഇവൻ വീഡിയോ എടുക്കണ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. ഇവൻ സ്വന്തമായ ഒരു വ്ളോഗിങ് ചാനൽ ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. എടാ, നിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോട്ടെ, നല്ല അടിപൊളി ഫുഡൊക്കെ കാണാം ഇവന്റെ വ്ളോഗിൽ. എന്നെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇതൊന്നും പറയട്ടെ എന്ന് കുറേ നേരമായി പറയണു. ഇവരാരും എന്നെ സമ്മതിക്കുന്നില്ല. തിരക്ക് പിടിച്ച ജോലികളിലാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. ഞാൻ അമ്മയായിട്ട് 1 വർഷമായി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം. അതായത് എൻ്റെ മോൻ കേദാറിൻ്റെ 1ാം പിറന്നാൾ ആഘോഷമാണ്. അപ്പം പിറന്നാൾ എപ്പോഴും ഞാൻ പറയും പോലെ ഞാൻ ഭയങ്കര ആഘോഷപ്രിയയാണ്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇതിപ്പോൾ പിറന്നാൾ ഈവനിങ് ആണ്. ഈ ഈവനിങ് സമയത്ത് നമ്മൾ മുത്തപ്പൻ തെയ്യം, പറശ്ശിനിക്കടവെന്ന് മുത്തപ്പൻ തെയ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുകയാണ്. അതോടൊപ്പം മോൻ്റെ ഒരു പിറന്നാൾ ആഘോഷവും ബന്ധുക്കളും ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഒരു കുഞ്ഞാഘോഷം അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. തെയ്യം കാണാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. തെയ്യമുണ്ട്, തെയ്യം കണ്ടിട്ടേ പോകാവൂ. തെയ്യത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇതാ ബാക്കിൽ കാണാം. അവിടെ ഒരു ചെറിയ മടപ്പര പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതിലൊരു അമ്പലം പോലെ എന്ന് പറയാം. അപ്പോൾ അത് ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നിരുന്നു കണ്ണൂരിൽ നിന്ന്. ഇതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്നെ അതിൽ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ മറിമായത്തിൻ്റെയും ഒക്കെ ആർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ചക്കരയും പണ്ഡിറ്റുമാണ്. ചക്കര എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ അവൻ ആ പേരിലാണ് നമ്മുടെ പിന്നെ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന ഞങ്ങളുടെ മനോരമയുടെ തന്നെ പരിപാടിയിൽ കണ്ണൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ചക്കരയും പിന്നെ പണ്ഡിറ്റിനെ എനിക്ക് പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ മറിമായം ടീമിൻ്റെ സിനിമ വരുന്നുണ്ട്, പഞ്ചായത്ത് ചെട്ടി. അതിൽ എൻ്റെ കാമുകനായിട്ട് അഭിനയിക്കുന്ന പണ്ഡിറ്റും. ഇവർ 2 പേരുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു. അപ്പോൾ പിന്നീട് അവർ കണ്ണൂരിൽ നിന്ന് രാവിലെ എത്തി. ബാക്കി ഒരുക്കങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതായത് എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഒന്നും കണ്ണൂർ പോയിട്ട് മുത്തപ്പനെ കണ്ടിട്ടില്ല. വളരെ കുറച്ച് പേർക്കേ അതിന് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കാണാനൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ കേദാറിൻ്റെ പിറന്നാൾ ദിവസം അതൊരു ഐശ്വര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് നീങ്ങിയത്. അപ്പോൾ നമുക്കിനി കാണാം. അപ്പോൾ ഓസ്കാറും റെഡി ആയിട്ടിരിക്കുകയാണ് മുത്തപ്പനെ കാണാൻ. കാര്യം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, നമ്മൾ പൊതുവേ അമ്പലങ്ങളിൽ നമ്മുടെ പെറ്റ്സിനെ അലൗ ചെയ്യില്ല. പക്ഷേ മുത്തപ്പന് മാത്രമാണ് നായക്കുട്ടികളോട് ഇഷ്ടമുള്ളൂ. അവിടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് നായ്ക്കളുണ്ട്. ഇവനെ ഞങ്ങൾ എപ്പോഴൊക്കെ മുത്തപ്പനെ കാണാൻ പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ മുത്തപ്പനെ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്. അപ്പോൾ മുത്തപ്പൻ ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും അവനും ഇവിടെ വേണം. സാധാരണ ഒരു എന്താ പറയുക, നമ്മുടെ പൂജാ ചടങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാറ്റിയിരുത്താൻ പറയും. അതെനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും കൂടെ അല്ലാത്ത കാര്യം, കേദാറിൻ്റെ പിറന്നാളിന് എനിക്ക് ഓസ്കാറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സന്തോഷമായിട്ടാണ് ഞങ്ങൾ മുത്തപ്പൻ ഇവിടെ നടത്താൻ പോണത്. അതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്.
ശരിക്കും കാട്ടിൽ മലമുകളിലാണ്, അതായത് വേട്ടയാടലൊക്കെയാണ്. അപ്പോൾ മലയിൽ നിന്ന് മുത്തപ്പനെ നമ്മൾ പ്രാർത്ഥിച്ച് വരുത്തുക. അതിനാണിപ്പോൾ ഇങ്ങനെ അരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് മല ഇറക്കുകയാണ് മുത്തപ്പനെ. അതാണിപ്പോൾ ആ ഒരു ചടങ്ങാണ് നടന്നത്. ഇനി മുത്തപ്പനിലേക്ക് മുത്തപ്പൻ കെട്ടുന്ന ആൾ പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. പ്രസാദം റെഡിയാക്കിയത്. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. അതായത് നേദിക്കുക, അമ്പലങ്ങളിൽ നേദിക്കണ പോലെ മുത്തപ്പന് നേദിക്കുന്നതാണിത്. ഇത് കടല പുഴുങ്ങിയതാണ്, പിന്നെ തേങ്ങാക്കൊത്ത്, അവൽ, പിന്നെ ഇതാ നമ്മൾ പച്ച മത്സ്യം മേടിച്ചിട്ട് തീയിൽ ചുട്ടെടുത്തതാണത്. ഉപ്പ് മാത്രം ആക്കിയിട്ട് ചുട്ടെടുത്തതാണ്. അതുപോലെ ഈ കടലയും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ്. ടേസ്റ്റ് നോക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ അതെല്ലാം മിക്സ് ചെയ്തത് അവർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രസാദം. ഇപ്പോൾ മുത്തപ്പൻ്റെ അവിടുന്ന് നമുക്ക് പ്രസാദം തന്നിട്ട് ഈ നമ്മൾ വിളക്കത്തിക്കിനടുത്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഈ കിണ്ടിയിലുള്ളത് കള്ളാണ്. കള്ള്, ചുട്ട മത്സ്യം, കടല, തേങ്ങാക്കുത്ത്, അവൽ, ഇത്രയും സാധനങ്ങളാണ് പ്രസാദമായിട്ട് വരുന്നത്.
വിളിച്ചിട്ടാണ് മുതപ്പം വന്നത് അല്ലേ? ഇവിടുന്നാ വരുന്നത് ഏകർന്നമല ഒന്ന് ഒരുപാട് മുമ്പേമായിട്ട് അല്ലേ? നായാടിയിട്ടാ വരുന്നു മുത്തപ്പൻ അല്ലേ? നടന്നിട്ടല്ലേ മുത്തപ്പൻ വരുന്നത് അല്ലേ? നടന്ന് വായിച്ച കാരണമാണ് ഈ തമ്പുരാൻ അല്ലേ? ഒരുപാട് നിങ്ങളെ വിളിച്ചിട്ട് ഈ ചൊറ്റാനിക്കര മൃതായിരിക്കുന്ന നല്ലൊരു മണ്ണിനകത്തേക്ക് തമ്പുരാൻ പോകുന്നു കൈയെടുത്തു അല്ലേ? വന്നതേ ഉള്ളൂ മുത്തപ്പൻ അല്ലേ? എന്നാലെന്താണ് അല്ലേ? നായാടിയിട്ട് വരുമ്പോൾ ദാഹവും വിശപ്പലും ഉണ്ടാവും അല്ലേ? അധ്വാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവും? ദാഹവും വിശപ്പലും ഉണ്ടാവും അല്ലേ? ഒന്നും കാണുന്നില്ല മടിയാ എന്റെ കൂടെ തിരികെ ഇല്ലേ? എല്ലാം പറ്റിപ്പോയാ അല്ലേ? ഈ ഭൂമിക്കകത്ത് അല്ലെ കാര്യങ്ങൾ അങ്ങനെ ഉള്ളത് അല്ലേ? അല്ലേ ജലം വരണ്ടിരിക്കുന്ന അനുഭവം ഉള്ളത് ഇപ്പോൾ അല്ലേ? അതുപോലെ അങ്ങനെ ആക്കിക്കളഞ്ഞാൽ മടിയാ എന്നാ കൊണ്ടുവന്നാട്ടെ അല്ലേ? ഏതായാലും ഒരു ഭോജനം കഴിക്കട്ടെ അല്ലേ? ദാഹിച്ചു വന്നിരിക്കുന്ന വന്നകം അല്പം നീര് കണ്ടാലൊന്ന് നിൽക്കും അല്ലെ? അതുപോലെ കലാസമിതിഹാരിക്ക് പറ്റുന്ന നായാടിന്റെ വരുന്ന ദാഹം വിശപ്പൊക്കെ തീർക്കട്ടെ അല്ലേ? ഞങ്ങളുടെതായിരിക്കുന്ന ഈ മണ്ണിനകത്ത് എന്റെ തമ്പുരാനൊന്ന് കൊണ്ടക്കൂട്ടണം എന്നിരിക്കുന്ന മനസ്സുകൊണ്ട് ചിന്തിച്ചു തമ്പുരാന്റെ കയ്യരകത്ത് വരുന്ന കാലങ്ങളിൽ നല്ലൊരു മാറ്റം ശീതമാകുന്ന യാത്രക്കകത്ത് എന്റെ തമ്പുരാൻ അല്ലെ മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞിട്ടില്ല. ആ വിളി എന്റെ തമ്പുരാൻ കേട്ടിട്ട് അല്ലെ ഒന്ന് ചോദിക്കുമ്പോൾ രണ്ടാം തന്നു അല്ലെ? അങ്ങനല്ലേ? ഒന്നിനെ ചോദിച്ചിട്ട് കൂത്തപ്പ അല്ലെ? ഒന്ന് മനസ്സുകൊണ്ട് മനസ്സിനകത്ത് അല്ലെ വരച്ചതേ ഉള്ളൂ അല്ലെ?
പ്രതീക്ഷിക്കാതെയാണ് കിട്ടിയത് കാര്യങ്ങൾ. ഒന്ന് മുറിച്ചാലത്രയാണ്, രണ്ടാമത്തെ 2 ചേർന്നാലോ ഒന്നാണ്. അങ്ങനെ 2 ചേർന്ന് കാണുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇവിടുന്ന് തന്നെ ഞാൻ പോണ കാര്യങ്ങളൊക്കെ അകത്തേക്ക് വരണ്ടേ അല്ലെ? പടിയും കിടന്ന് അല്ലെ, പടിഞ്ഞിനകത്തല്ല പാലെല്ലാം വെച്ചിട്ടുണ്ടോ അതൊക്കെ കഴിച്ചിട്ടാണ് തമ്പ്രാൻ പോകും. അകത്തേക്ക് വരണ്ട അത്ര കാര്യങ്ങളൊക്കെ പറയാം അല്ലെ. ഇന്ന് ഒരു വഴിവെക്കിലാ കണ്ടിരിക്കും അല്ലെ. വഴിവെക്കിൽ കണ്ടാൽ എന്താണെന്ന് ഉണ്ടാവുക? സുഖമാണോ അല്ലെ? അല്പമാർക്ക് അന്വേഷണം കാര്യം ഉണ്ടാവും അല്ലാടി. എന്റെ ഭംഗി എവിടെയാണ്? എന്നെ കാണാൻ ഭംഗിയിട്ട ഒരു വർധനവാണ് മുത്തപ്പ ഇത് അല്ലെ. ഈ ഒരു വർധനവ് പടിപടിയായിട്ട് പറയാം. എല്ലാവരെയും നീ സന്തോഷിപ്പിക്കുന്നുണ്ട് നിന്റെ ആയിരുന്ന പ്രവൃത്തി കൊണ്ട് അല്ലെ. നിനക്ക് സന്തോഷമുണ്ടാ? കലാവിദ്യ 64 ഉണ്ട് അല്ലെ. 64 കലാവിദ്യയിലും അല്ലെ അനവധി കലാവിദ്യകള്. ഓക്കെ, അപ്പോൾ അങ്ങനെ തെയ്യം ഇവിടെ കഴിഞ്ഞു. മുത്തപ്പൻ എല്ലാവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിലായി പോയി. കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് കേദാറിൻ്റെ ആദ്യത്തെ പിറന്നാളായിട്ട് മുത്തപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയതിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ താങ്ക് യു.